ഇപ്പോൾ ഞാൻ വീണ്ടും നിങ്ങളുടെ മുൻപിൽ വരികയാണ്. അതായത് ഞാൻ എൻ്റെ വീട്ടിലിരുന്നുകൊണ്ട് കേൾക്കുന്ന ഒരു പ്രസംഗമാണ്. പെരശ്ശേരി ബസേലിയസ് ഹാളിൽ നടക്കുന്ന പ്രസംഗം. അതാരാ പ്രസംഗിക്കുന്നത് എനിക്കറിയത്തില്ല. അത് എൻ്റെ വാട്സാപ്പിലുണ്ട്. ആരാന്ന് നോക്കി കണ്ടിട്ട് പിടിച്ചിട്ട് വേണേൽ പറയാം. ഏതായാലും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു, ഒരു മെത്താൻ പറഞ്ഞത്, ഒരാൾ ഒരു പുരോഹിതൻ്റെ കുറച്ച് പണം കൊടുത്താൽ അത് ആ ദൈവത്തിൻ്റെ അടുത്തേക്ക് കൊടുക്കുന്നതായിട്ട് ചിന്തിക്കുന്നു എന്ന്. അത് പറഞ്ഞ പോലെയാണ് ഇന്നിപ്പോൾ ഈ പുരോഹിതൻ ഇവരെ അവിടെ തുടങ്ങി ഇവിടെ ഈ ഒരിടത്ത് ഉറച്ചു നിൽക്കത്തില്ല. ഈ പ്രസംഗിച്ചുകൊണ്ട് വന്നത് എന്താണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. ഒടുങ്ങി വരുന്നത് പരിശുദ്ധ കുമ്പസാരം. എവിടെ പരിശുദ്ധ കുമ്പസാരം? ഇതെവിടെ പറഞ്ഞിട്ടുണ്ടോ കുമ്പസാരിക്കണമെന്ന്? ഇവനോട് ഞാൻ എൻ്റെ ലൈവ് കാണുന്ന ഇവനൊക്കെ കാണുമെങ്കിൽ എന്നോട് ഉത്തരം പറയത്തില്ല. കുമ്പസാരം എവിടെ? നമ്മുടെ പാപങ്ങളേറ്റ് പറയുന്നത് ദൈവത്തിനോടാണ്. അത് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, നമുക്ക് ദേവാലയത്തിൽ പോകാൻ കഴിയുന്നില്ലെങ്കിൽ നിനക്ക് പ്രാർത്ഥിക്കണമെന്ന് തോന്നുമ്പോൾ നീ നിൻ്റെ വീടിൻ്റെ അറയിൽ കയറി കഥകടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാതാ പറഞ്ഞേക്കുന്നത്. ഹന്ന ദേവാലയത്തിൽ വന്ന് ദൈവത്തോട് പറഞ്ഞു, ഇവിടെ കുമ്പസാരം എവിടുന്ന് തോന്നിവാസം ഈ യുവന്മാരുടെ ഇവനോട് ഇവൻ പറയട്ടെ. ഇപ്പോഴും ഇവർ ഈ കുമ്പസാരം പറഞ്ഞിരിക്കുന്നത് യുവന്മാരെ ഈ അടുത്തിടയിലും ഓട്ടോമൊബൈലിൽ ഒരു പെങ്കൊച്ച് കുമ്പസാരിച്ച് അവൾ ചെയ്ത് പറഞ്ഞ് അതിൻ്റെ പേരിൽ അവളെ കൊണ്ടുപോയി അവിടെ ഇവിടെ ഇട്ടിട്ട് വ്യഭിചരിച്ച ഈ തന്തയ്ക്ക് പറക്കാത്തവന്മാരാ പരിശുദ്ധ കുമ്പസാരം പുരോഹിതൻ്റെ മുന്നിൽ കുളം പിടിക്കാതെ കൊണ്ട് നീ ഒന്നും ഒരിക്കലും മനുഷ്യ നന്മയിലേക്ക് നയിക്കത്തില്ല. ഒരാട് വഴിതെറ്റിപ്പോയാൽ അതിനെ തിരിച്ചു കൊണ്ടുകൊണ്ട് കടമയുള്ളവർ അവർ തന്നെ ആളുകളെ അവിടെ ഇവിടെ വഴിതെറ്റിക്കൊണ്ടുപോകുന്നു, വഴിതെറ്റിച്ചു വിടുന്നു. ഇതായിരുന്നു നടക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ വരാൻ ഉദ്ദേശിച്ച വീഡിയോയിൽ മക്കളെ ഈ യുവന്മാരെ കുളം പിടിക്കാനെ കൊണ്ട് യുവന്മാരൊക്കെ ഇപ്പം കുടുംബസംഗമം, മറ്റേ സംഗമം, പുരോഹിതന്മാരങ്ങ് സംഗമമാ. എന്തുവാ നാളത്തെ ഗതി എന്താകും? അതിനെക്കുറിച്ചുള്ള വ്യാകുലത അവർക്ക്. നാളെ ഒരു വിശ്വാസി തിരിഞ്ഞു നിന്നാൽ നമ്മുടെ പോക്കറ്റിലോട്ടൊന്നും വീഴത്തില്ല. മെത്താൻ പറഞ്ഞതാ പുരോഹിതൻ്റെ കൊടുത്തേക്കാൻ, അത് ദൈവത്തിൻ്റെ കൈ കൊടുക്കുമെന്ന്. പുരോഹിതനും പള്ളി ഒരുപോലെ. അത് പോസ്റ്റ് ഓഫീസ് വർക്ക് ചെയ്യുന്നവരാണ്. അവിടെ ഇട്ട ദൈവത്തിൻ്റെ അടുത്ത് പോകും. ഞാൻ നിങ്ങളോട് പറഞ്ഞു, ദൈവം പറഞ്ഞെന്തുവാ, നീ എനിക്ക് ചെയ്യുന്നത് ഒരു പാവം പിടിച്ച മനുഷ്യൻ വിശക്കുമ്പോൾ അവൻ ആഹാരം കൊടുത്താൽ അത് നീ എനിക്ക് ചെയ്യുന്നതാണ്. അതാണ് നമ്മൾ ദൈവത്തിന് കൊടുക്കുന്നത്. പണത്തിൻ്റെ ആവശ്യമാണോ ദൈവത്തിനുള്ളത്? ഈ കുളം പിടിക്കാത്തവന്മാർ ഇനിയും ഈ അന്ത്യകാലത്ത് അവർക്ക് വെപ്രാളം കൂടിയിരിക്കുക. പറഞ്ഞുതരാം, വെപ്രാളം കൂടിയിരിക്കുക. ഇല്ല, ഭദ്രാശ്രമത്തെ പോലത്തെ കൈമണി അടിച്ചാൽ നല്ല ഇടവകൾ കിട്ടും. നല്ല പറയട്ടെ, പുത്തക്കാവിൽ നിന്ന് ആ കുളം പിടിക്കാത്ത പള്ളിയിൽ ചോർച്ച പറ്റി 29 വർഷം പഴക്കമുള്ള പള്ളി, ചോർച്ചയില്ലായിരുന്നു പള്ളിക്ക് ചോർച്ച വരുത്തിയ കുളം പിടിക്കാത്ത പുരോഹിതന് ഇപ്പോഴും നല്ലൊരു ഇളവ് കൊടുത്തിട്ടുണ്ട്. കാരണം കാതോലിക്കാരെ താങ്ങുന്നതാണ് അവന്. പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഇനി കൂടുതൽ പറയുന്നില്ല. എൻ്റെ മനസ്സിൽ വരുന്ന മുഴുവൻ ഞാൻ വിളിച്ചു പറയും. സോഷ്യൽ മീഡിയ ഒന്നും നോക്കത്തില്ല. ചോടയുള്ളവരൊക്കെ ചോദിക്കാൻ പോവാ.